യുവഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വേടനെതിരെ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. തൃക്കാക്കര പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, വേടനെതിരെയുള്ള കേസുകളിൽ യുവഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം ശക്തമായൊരു കുരുക്കാണ് വേടൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്? ഈ കേസുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടറുടെ പരാതി നേരത്തെ പോലീസിന് ലഭിക്കുന്നു. അതിന് പിന്നാലെ പോലീസ് തൃക്കാക്കര പോലീസ് കേസെടുക്കുന്നു. കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയാണ് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു, പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെയായിരുന്നു പരാതി. അതിന് പിന്നാലെ വേടൻ ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പ്രധാനമായും ബലാത്സംഗം ചെയ്തതിന് തെളിവുണ്ട്. ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകളുടെ വിവാഹ വാഗ്ദാനം നൽകിയതിനുള്ള വാട്സപ്പ് ചാറ്റുകളുടെ തെളിവുകളുണ്ട്. സാമ്പത്തിക ഇടപാട്, ചെറിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ രേഖകളുണ്ട്. അതിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ രേഖകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതുൾപ്പെടെയാണ് കുറ്റപത്രത്തിലുള്ളത്. എന്തായാലും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി ഇനി അതിന്റെ വിചാരണ നടപടികളിലേക്ക് പോവുകയാണ്. നിലവിൽ ആ കേസിൽ ജാമ്യത്തിലാണ് റാപ്പർ വേടൻ ഉള്ളത്. നേരത്തെ തന്നെ യുവ ഡോക്ടറുടെ പരാതി വലിയ ചർച്ചയാവുകയും അതിനനുസരിച്ച് പിന്നീട് ജാമ്യം ലഭിച്ചതിന് ശേഷം പോലീസിൽ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് വേടൻ ഹാജരാവുകയും ഒക്കെ ചെയ്തതാണ്. 2021 ഓഗസ്റ്റ് മുതൽ 23 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് ഈ വനിതാ ഡോക്ടറുടെ പരാതി. അതിൽ കോഴിക്കോടായിരുന്നു നേരത്തെ ആ യുവതി ഉണ്ടായിരുന്നത്. അവിടെ ഡോക്ടറാകാൻ വിദ്യാഭ്യാസം നേടുന്ന കാലത്ത് പഠന സമയത്ത് അവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം വഴി വേടനോട് പരിചയമാവുകയും അത് പിന്നീട് വലിയ സൗഹൃദത്തിലേക്ക് വഴിമാറുകയും അതിനുശേഷം പിന്നീട് നിരന്തരം കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കൂടുതൽ അടുക്കുകയും അതൊരു പ്രണയത്തിലേക്ക് മാറുകയും വിവാഹ വാഗ്ദാനം നൽകാമെന്ന് വേടൻ സ്വാധീനിക്കുകയും ചെയ്തു എന്നതുൾപ്പെടെയാണ് ഈ വനിതാ ഡോക്ടർ പോലീസിന് നൽകിയ പരാതി. ഇത് 2023 ശേഷം 2 വർഷത്തോളമുള്ള ബന്ധത്തിന് ശേഷം പിന്നീട് ബന്ധങ്ങളിൽ ചില വിള്ളലുണ്ടായി. അത് അകൽച്ചയിലേക്ക് വഴിമാറി. അതിനുശേഷമാണ് പിന്നീട് യുവതി വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പോലീസ് ഇപ്പോൾ വേടനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നു. അതിൽ തെളിവുകളുണ്ടെന്നാണ് പ്രാഥമികമായി ഈ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞു വെക്കുന്നത്.